ടർബോ മൂവിയുടെ റിയാക്ഷൻ. അപ്പൊ എന്താ നേരെ കടന്ന കലയിലേക്ക് ഓക്കെ. മമ്മൂട്ടി കമ്പനി പ്രസൻസ്. ടർബോ ജോസ്. രാജ്ബി ഷെട്ടി. ഈ നഗരത്തിൽ നടക്കുന്ന പല വൻ വീടുകൾക്കും ഇന്ന് ഈ പേര് കേൾക്കുന്നു. എട്ടുപേരാണ് ഇതിലെ പിന്നിലേക്ക് ഒരൊറ്റയാള് ജീവനോടെ ഭാഗ്യമാണ്. എനിക്കൊന്നും തലയോട്ട് കയറാത്തോണ്ട് ചോദിക്കുക, നിങ്ങൾ എല്ലാവരും കൂടെ എന്നാ പൊന്നാപ്പ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഈ കോട്ടെ സീസൺ ഞാൻ പറഞ്ഞില്ല, കാരണം ഇനി നമ്മൾ തമ്മിൽ കാണില്ല. എന്നല്ല പോളി. I just love this part. സൂപ്പർ മ്യൂസിക് അല്ലേ? കിട്ടില്ല. എന്നെ ഷോട്ട് കൊണ്ടേ ഞാനിവിടെ വീഴുവാണ്, എന്റെ കൂടെ ഒരു 10-15 പേരെ കിട്ടാം. പിന്നല്ല. കമ്മിങ് സൂൺ. പൊളിച്ച്. എന്താ പറയാ, ഈ പ്രായത്തിലും അങ്ങനെ ചെയ്തു വെച്ചത് എന്റെ അമ്മേ. പുളിര് ഇതിന്റെ പോയിട്ടേ എന്നല്ലേ ശരി. ആ ഷോട്ട്, ആ ഗണ്ണിന്റെ ഷോട്ടേ നമ്മളിവിടെ ഇരിക്കാൻ തോന്നുന്നില്ലല്ലോ. പിന്നെ രണ്ടാമത്തെ രാജീവ് ഷെട്ടി എൻട്രിയില്ലേ പൊളിച്ച്. എന്നാ ഇതിപ്പോ നമുക്ക് അങ്ങ് അല്ലേ. പിന്നെ വൈശാഖിന്റെ സിനിമയും കൂടി ആണല്ലോ. അതൊന്നും പറയാനില്ല. നിങ്ങളും എന്താ പറയാ, നല്ല ആ സൗണ്ട് എഫക്റ്റിൽ തന്നെ ഇരുന്ന് കാണണം കേട്ടോ. ഇത് ട്രെയിലർ ആണേലും എന്നാ അതിലും രോമാഞ്ചം അല്ലേ? രോമാഞ്ചം. എനിക്ക് തോന്നുന്ന ആ പ്രത്യേകിച്ച് ഇതിനകത്ത് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റണ്ട്. ഈ സിനിമയിലെ സ്റ്റണ്ടാണ് നമുക്ക് കാണാൻ വേണ്ടി. അതായത് കണ്ട അത്രയും ഒന്നും പറയാനില്ല, നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ്. അത് അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ്. ഏതൊക്കെയാണ് പടം ഉടനെ റിലീസ് ആവും. ഞങ്ങളും കാത്തിരിക്കുകയാണ്, നിങ്ങളും കാണണം. എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ആ പോലീസ് സ്റ്റേഷനിലെ ആ ഫൈറ്റ് ഇല്ലേ, എൻ്റെ അമ്മയെ ഒന്നും ചെയ്യല്ല. പിന്നെ ആ ഗണ്ണിന്റെ ഷോട്ട്, പിന്നെ നമുക്ക് അത് ആ വേറത്തിന്റെ പുറത്തുകൂടെ ചാടിയിട്ട് നേരെ വെടി വെക്കുന്നു അല്ലേ. എനിക്ക് തോന്നുന്നത് സ്റ്റണ്ട് പിന്നെ പൊളിച്ചടുക്കും കേട്ടോ. അതിനു വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇത്രയും പേരും. അതായത് നമ്മള് ബിലാൽ 2, അതായത് ബിഗ് ബിയുടെ 2ാം ഭാഗം വേണ്ടി കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന നമുക്ക് ഒരു വലിയൊരു സമ്മാനമാണ് മമ്മൂക്കയുടെ. പിന്നെ എന്നാ പറയാ, മമ്മൂക്കയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് എന്നൊക്കെ പറഞ്ഞു. ഇതാ മമ്മൂക്ക വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ബാക്കിയുള്ള താരങ്ങൾ പോലല്ല. ഈ സൂപ്പർ സ്റ്റാറുകളായാലും മമ്മൂക്ക, മോഹൻലാൽ, അവരൊക്കെ സ്ക്രീനിലോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടിരിക്കാൻ തന്നെ നമുക്കൊരു അല്ലേ ഒരു എനർജി നമുക്ക് കിട്ടുന്ന പോലെ തോന്നിയോ. അത് തന്നെ നമ്മളെ നിരാശപ്പെടുത്തില്ല എന്നുള്ള ഒരു തോന്നലാണ് ട്രെയിലർ കണ്ടിട്ട്. എന്തായാലും സൂപ്പർ. ബാക്കി നമുക്ക് സിനിമ കാണാം.